ലൂസിഫർ കഴിഞ്ഞ് എമ്പുരാൻ്റെ ബ്രീഫ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആ ബ്രീഫ് കേൾക്കുന്നത് രാജുവാണ്. രാജു അത് ഏറ്റവും മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ നരേഷൻ, ഇമോഷൻസ് അത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അബ്രഹാം ഖുറേഷി ആ സ്ക്രീൻ സ്പേസിൽ അദ്ദേഹം നമ്മളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻവാസ് ഇല്ലാതെ ചിത്രം വരയ്ക്കുന്ന ഒരു പരിപാടിയാണ്. അബ്രഹാം ഖുറേഷിയെ നമ്മളൊരു ആ സിനിമയിൽ നിന്നൊരു 5 ഇയർ ഗ്രോത്ത് ആണ് അദ്ദേഹത്തിന് എന്താണോ നിർത്തിയിരിക്കുന്നത് അതിൽ നിന്ന്. അപ്പോൾ ആളുകൾക്ക് അതറിയാം. ശരിക്ക് ടോവി ക്ലീൻ ഷേവ് ആണ്. അപ്പോൾ ടോവിയുടെ ചെറിയ ഒരു 2-3 ഡേയ്സ് ബിയേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സീൻ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീൻ ക്ലീൻ ഷേവ് ആണ്. അപ്പൊ നമ്മളത് ആ ക്രിയേറ്റീവ് നമ്മളുടെ ഏരിയയാണ്. അപ്പൊ ആ പ്രോസസ്സ് അതിനകത്ത് വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ ചെയ്ത് നമ്മളത് ക്രിയേറ്റ് ചെയ്തതാണ്, ബിയേഡ് ക്രിയേറ്റ് ചെയ്തതാണ് ആ ഗ്രോത്ത്. ലൂസിഫറിലെ സ്റ്റീഫനെ നമ്മൾ ഏറ്റവും അടുത്തറിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളുടെ അദ്ദേഹത്തിന്റെ എല്ലാ ഇമോഷൻസും നമ്മൾ അടുത്തറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കൺക്ലൂഷനിൽ എത്തിക്കുമ്പോൾ എൻഡിൽ അബ്രഹാം ഖുറേഷിനെയും നമ്മൾ ഏറ്റവും അടുത്തറിഞ്ഞിട്ടുണ്ട്. നമ്മൾ മേക്കപ്പ് ചെയ്ത് തുടങ്ങി തീരുന്ന മൊമെന്റ് നമ്മൾ അറിയില്ല. തീർന്നാലും നമ്മളത് കൈയെടുക്കാൻ നമുക്ക് തോന്നാത്ത ഒരു ആക്ടറാണ്. വെൽക്കം. നമസ്കാരം. ആദ്യം ചോദിക്കാനുള്ളത് ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടാണ്. ട്രാഫിക്കിലെ ആസിഫിന്റെ ക്യാരക്ടർ. ഓക്കെ. ഈ സംഘർഷങ്ങളെല്ലാം തുടങ്ങുന്ന പോയിന്റ് മുതൽ ഇതിന്റെ ക്ലൈമാക്സ് വരെ ഈ ക്യാരക്ടറിന്റെ ഒരു ജേണി ഉണ്ട്. ഇയാൾ ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, വീഴുന്നുണ്ട്. ഇയാളെ നമ്മൾ കണ്ടു തുടങ്ങുന്ന പോലെയല്ല ഇയാളുടെ മുഖവരിക്കുന്നത്. അവിടെ നിന്ന് ഇയാളുടെ തല പൊട്ടുന്നുണ്ട്, ബ്ലഡ് ഉണ്ട്, ഇയാൾ വിയർക്കുന്നുണ്ട്, ഇയാൾ കിതയ്ക്കുന്നുണ്ട്. ആ ജേണിയിലെല്ലാം ഫിസിക്കലി ഇയാളെ നമ്മൾ വിഷ്വലി കാണുന്നിടത്തെല്ലാം ഇയാൾക്ക് ഇത്രയധികം സംഘർഷങ്ങൾ പുറത്തും കാണുന്നുണ്ട്. ഒരു ക്യാരക്ടറിന്റെ കണ്ടിന്യൂറ്റി, അതിൽ ഇയാളുടെ മേക്കപ്പ് പിടിക്കുന്നത്. പക്ഷെ ഒരുപക്ഷെ ഇപ്പോൾ ട്രാഫിക്കിനെ എനിക്കറിയില്ല, ചിലപ്പോൾ എല്ലാ സിനിമകളും ഓർഡറിലായിരിക്കണം ഷൂട്ട് ചെയ്യുന്നത്. പല സമയങ്ങളിൽ പല ഷോട്ടുകൾ, പല സീനുകളായിരിക്കാം. ഇതെല്ലാം മാച്ച് ചെയ്ത് മേക്കപ്പ്, പ്രോസ്തെറ്റിക് വർക്കിലാവട്ടെ, എന്ത് തരത്തിലാണെങ്കിലും അതിലൊരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒരു സിംഗിൾ ഡേ സിനിമയുടെ പാർട്ടാകുമ്പോൾ എന്താണ് ശരിക്കും അതിൻ്റെ ഒരു ജേണി? അത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തരുന്നൊരു കംഫർട്ട് സോൺ ഉണ്ട്. അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് തരുന്ന സ്പേസ് തന്നിട്ടുള്ള ഒരു ഡയറക്ടറാണ് രാജേഷ് പിള്ള. അദ്ദേഹം ഇപ്പോൾ ഇല്ല, ജീവിച്ചിരിപ്പില്ല. പക്ഷേ അദ്ദേഹം നമ്മളോട് സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്ത സമയത്ത് നമ്മളതിന് ഇൻട്രാക്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഇന്നത് വേണം, അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പിൻ്റെ കോൺട്രിബ്യൂഷൻസ് വെറും ഒരു ടെക്നീഷ്യൻസിനപ്പുറത്ത് നമുക്കൊരു സ്പേസ് തരുന്ന ചില ഡയറക്ടേഴ്സ്, അതിലൊരാളായിരുന്നു അദ്ദേഹം. അപ്പം അതുകൊണ്ട് തന്നെ അത് ഭയങ്കര നമുക്ക് ആ വൺ ഡേ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തായാലും, പിന്നെ അന്നുണ്ടായിരുന്ന ഇപ്പോൾ ആസിഫ് ആണെങ്കിൽ പോലും നമ്മളോടൊക്കെ അത്രയും ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിലുള്ള ഒരു വർക്ക് സ്പേസ് ആയിരുന്നു. അപ്പോൾ അത് ആദ്യ ഷൂട്ടിങ്ങിൻ്റെ ഡേ മുതൽ നമ്മൾ അവസാനിക്കുന്നത് വരെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും എനിക്കത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ സ്ക്രിപ്റ്റിന്റെ ലെഫ്റ്റ് സൈഡ് അതിഭീകരമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ആ സ്ക്രിപ്റ്റ് ബൈ ഹാർട്ട്, അല്ലെങ്കിൽ ഞാൻ ആ സ്ക്രിപ്റ്റ് ഒരു 3 തവണ കൂടുതൽ വായിച്ചിട്ടുണ്ട്. അപ്പം നമുക്കപ്പോൾ ഓരോ സീനുകൾ എടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ കൂടെ നിന്ന് നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറ്റുന്ന ഒരു സ്പേസ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിലേക്ക് ആ മേക്കപ്പ് വളരെ ഈസി ആയിരുന്നു. ആസിഫിൻ്റെ ആയാലും അതുപോലെ വിനീതിൻ്റെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഒരു ട്രാഫിക് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ പറയുന്നത് എമ്പുരാനാണ് ഏറ്റവും ഹോട്ട് ടോപ്പിക്. നമ്മുടെ മോളിവുഡിന്റെ ആവട്ടെ, ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി തന്നെ അടുത്തൊരു ബിഗ് ടിക്കറ്റ് സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന എമ്പുരാനാണ്. ഉറപ്പായിട്ടും ആദ്യ ഭാഗം ഉണ്ടാക്കിയ വലിയ ഓളം, അതിന്റെ ഹിറ്റ് സ്റ്റേറ്റസിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന അതിന്റെ ആ ഫ്രാഞ്ചൈസി രണ്ടാം സിനിമ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ എല്ലാ ചലനങ്ങളും ബോക്സ് ഓഫീസിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. മോഹൻലാലിനെ പോലെ ആക്ടറിന്റെ മാസീവ് ക്യാരക്ടർ ഇതൊക്കെ പറയുന്നു. ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നപ്പുറത്തേക്ക് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഇതിന്റെ കഥ കേൾക്കുമ്പോഴാവട്ടെ, അല്ലെങ്കിൽ ഇതിന്റെ ഐഡിയ അറിയുമ്പോൾ എവിടെ ശരിക്കും എക്സൈറ്റഡ് ആവുന്നത്? ഈ ക്യാരക്ടറിലാണോ, സ്ക്രിപ്റ്റിലാണോ, മേക്കറിലാണോ? എവിടെ എക്സൈറ്റ്മെന്റ് ശരിക്കും? അത് നമ്മളെ ഇപ്പൊ കേൾവിക്കാരനെ ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന ഒരാളുടെ നരേഷൻ. അതായത് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത്
കേട്ടിരിക്കുന്നവരെ അവരുടെ സർക്കിളിലേക്ക് കൊണ്ടുവരികയും അവരെ ഏറ്റവും കംഫർട്ടായിട്ട് അവർ പോലും അറിയാതെ ഒരു ഇമാജിനേഷനിലേക്ക് കൊണ്ടുപോവുക, അതിനെ വിശ്വസിപ്പിക്കുക. അത് ഒരു നരേഷനിലൂടെ സാധ്യമാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതൊരു ഡയറക്ടറുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഏറ്റവും നന്നായി പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അയാൾ സക്സസ് ഉണ്ടാവുന്നത്. അപ്പോൾ ലൂസിഫർ കഴിഞ്ഞ് എമ്പുരാൻ്റെ ബ്രീഫ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആ ബ്രീഫ് കേൾക്കുന്നത് രാജുവാണ്. രാജു അത് ഏറ്റവും മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ നരേഷൻ, ഇമോഷൻസ് അത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അബ്രഹാം ഖുറേഷി ആ സ്ക്രീൻ സ്പേസിൽ അദ്ദേഹം നമ്മളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻവാസ് ഇല്ലാതെ ചിത്രം വരയ്ക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ഒരു വാക്കുകൊണ്ടാണ് അത് കൺവിൻസ് ചെയ്യുന്നത്. നമ്മൾ വിഷ്വലി കൺവിൻസ്ഡ് ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അത് കൺവിൻസ്ഡ് ആവാൻ മറ്റൊരു കാരണമുണ്ട്. ആ ഇരിക്കുന്ന വ്യക്തി ആസ് എ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ലൂസിഫർ എന്ന് പറയുന്ന ഒരു സക്സസ് മീറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പൊ ഞാനൊക്കെ എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും നമ്മളെയൊക്കെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന, ആ വാക്കുകളിൽ പറയുന്നതിൻ്റെ 4 ഇരട്ടി ചെയ്യുമെന്ന് വിശ്വസിപ്പിക്കുന്ന ഒരാൾ നമ്മളോട് എമ്പുരാൻ്റെ സ്റ്റോറി നരേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളവിടെ അബ്രഹാം ഖുറേഷി, ഓരോ ക്യാരക്ടറിൻ്റെ ഇമോഷൻസും അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ പ്രോസസ്സ് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ബ്രീഫ് നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ ഞാനൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്കപ്പുറത്ത് ഞാൻ നല്ലൊരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ വാല്യൂ ഉള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ പോകുകയാണ് എന്നുള്ളത് നമുക്ക് ആ മീറ്റിംഗ് കഴിയുന്നതോട് കൂടിയിട്ട് അതൊരു കൺക്ലൂഷനാണ്. പിന്നെ നമുക്ക് തരുന്ന സ്പേസ്, ശ്രീത ഇതൊക്കെയാണ് പരിപാടികൾ എന്ന് പറഞ്ഞ് പിന്നെ പറയണ്ട, അതായത് ഇതാണ് ഇനി നിങ്ങളുടെ പാർട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് ഉണ്ട്. എല്ലാം അവിടെ നിങ്ങൾക്ക് ഏൽപ്പിച്ചതാണ്. അവിടെ നിന്ന് അവര് ഓരോരുത്തരും, സിനിമാറ്റോഗ്രാഫർ ആയാലും കോസ്റ്റ്യൂമർ ആയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരവരുടെ വിങ്ങിലേക്ക് അവരവരുടെ ടീമിനെ അപ്പൊ അത് പറയുന്നത് നമ്മുടെ ടീമിനോടാണ്, നമ്മുടെ അസിസ്റ്റൻസിനോടാണ്. അപ്പൊ ആ പറയുന്ന മൊമെന്റ് മുതൽ നമ്മുടെ അസിസ്റ്റൻസ് ആയാലും നമ്മുടെ എല്ലാവരും എമ്പുരാൻ സിനിമയിലെ പാർട്ടാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവിടെ അതാണ് ആ സിനിമയുടെ തുടക്കത്തിലുള്ള ഹൈപ്പ്. അത് വന്ന് നമ്മളൊരു ഇത്രയും ഡ്യൂറേഷനിലേക്ക് എത്തി, അതിൻ്റെ ന്യൂസ് വാല്യൂകളായാലും അതിൽ നിന്ന് വിടുന്ന ഔട്ടുകളായാലും അതിൻ്റെ പെർഫെക്ഷൻസ് എത്രമാത്രം. ഇപ്പോൾ നമുക്കൊരു സിനിമയുടെ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ ആ സിനിമ ഞാൻ OTT കാണുള്ളൂ അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിലേക്ക് കാണുള്ളൂ എന്നുകൂടെ തീരുമാനമെടുക്കുന്ന കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലാതെ മറ്റൊരു എക്സ്പീരിയൻസ് ആരും എടുക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആ സിനിമയെ കൊണ്ട് എത്തിക്കുന്ന ഡയറക്ടറുടെ ഒരു കോൺഫിഡൻസും അത് തന്നെയാണ് നമ്മുടെ ഒരു ഇപ്പൊ എത്തി നിൽക്കുന്ന എമ്പുരാന്റെ ഹൈപ്പ്. എനിക്ക് ഇതില് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നുന്നതേ, പലപ്പോഴും ഒരു സിനിമയുടെ തുടർച്ച സംഭവിക്കുമ്പോൾ എഴുത്തുകാരും സംവിധായകരും അവർ കുറച്ചുകൂടി ഈസിയാന്ന് പറയാറ്. കാരണം അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത കഥാപാത്രങ്ങളാണ്. അവിടുന്ന് പകുതി പണി കഴിഞ്ഞു, ഇനി ഒരു പുതിയ പ്ലോട്ടില് പുതിയ രീതിയിലുള്ള അപ്സ് ഡൗൺസ് പരിപാടികളിൽ അവരെ ഇറക്കി വിട്ടാൽ മതി. മേക്കപ്പ് ആയിട്ട് ശരിക്കും എങ്ങനെയാണ് ഇപ്പൊ ലൂസിഫറിൽ നിന്ന് എമ്പുരാനിൽ എത്തുമ്പോൾ ഇവരെല്ലാം ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, ഇനി ഇവരെ എങ്ങനെ അവതരിപ്പിക്കണം പുതിയത് കാര്യങ്ങൾ? അത് എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പൊ നമുക്ക് ഇപ്പോ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് നമ്മൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാം സ്ക്രീനിൽ കാണും എന്നുള്ള ചിന്ത തുടങ്ങുമ്പോൾ നമുക്ക് എത്രമാത്രം ഇവരെ ഡിഫറെന്റ് ആയിട്ട് പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ നമ്മൾ എത്രമാത്രം നമ്മുടെ സാധ്യതകൾ, അതായത് സ്ക്രീനിൽ മേക്കപ്പ് ഫീൽ ചെയ്യാതെ എന്നാൽ നമ്മുടെ ജോലികൾ നോട്ടീസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ചലഞ്ച്. അപ്പോൾ നമ്മളുടെ എത്ര ഇപ്പോൾ മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ ആയാലും ടോവി ആണെങ്കിലും പിന്നെ നമ്മുടെ ജാൻവി എന്ന് പറഞ്ഞ സാനിയുടെ ക്യാരക്ടർ ആയാലും, അപ്പൊ ഇത്തരം ക്യാരക്ടറുകൾക്ക് നമ്മൾ ബ്രീഫിൽ നമുക്കതൊരു നോർമൽ പ്രോസസ്സാണ്. നമുക്കത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അവിടെയൊന്നും നമുക്ക് അധികം അതുപോലെയുള്ള ചലഞ്ചിങ് ഇല്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചലഞ്ചിങ് ആയിട്ടുള്ള ചില മൊമെന്റ്സുകൾ ഉണ്ടാവും. അതായത് ലൂസിഫർ എടുക്കുകയാണെങ്കിൽ ലൂസിഫറിന്റെ ടോവിയുടെ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യായിരുന്നു. ആ സമയത്ത് ഒരേ ദിവസം തന്നെ 2 പോർഷൻ എടുക്കണം. അത് അദ്ദേഹം മേക്ക് ഓവർ ചെയ്യുന്ന ഇട്ട് മേക്ക് ഓവർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഒരു പോർഷൻ ഉണ്ട്. അതേപോലെ തന്നെ അതിന്റെ ബിഫോർ
പോർഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് ടോവി ക്ലീൻ ഷേവ് ആണ്. അപ്പോൾ ടോവിയുടെ ചെറിയ ഒരു 2-3 days ബിയേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സീൻ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സീൻ ക്ലീൻ ഷേവ് ആണ്. അപ്പൊ നമ്മളത് ആ ക്രിയേറ്റീവ് എന്നത് നമ്മളുടെ ഏരിയ ആണ്. അപ്പൊ ആ പ്രോസസ്സ് അതിനകത്ത് വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ ചെയ്ത് നമ്മളത് ക്രിയേറ്റ് ചെയ്തതാണ്, ബിയേഡ് ക്രിയേറ്റ് ചെയ്തതാണ് ആ ഗ്രോത്ത്. അപ്പൊ അങ്ങനത്തെ ചില പണികൾ ഉണ്ടാവും. അവിടെയും നമ്മുടെ ചില ടാലന്റുകൾ, അത് പക്ഷെ നമ്മൾ സിനിമയ്ക്ക് അകത്ത് നിൽക്കുന്ന ടെക്നീഷ്യൻസിനകത്ത് നിൽക്കുന്ന ഹിഡൻ ആയിട്ടുള്ള പരിപാടികളാണ്. അത്തരം ഹിഡൻ പരിപാടികൾ ഇതിനകത്തും ഒത്തിരി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന്റെ ചില, പിന്നെ അത് മാത്രമല്ല ചില സിനിമകളിൽ നിന്ന് അവർ വേറൊരു കണ്ടിന്യൂറ്റിയിലായിരിക്കും വരുന്നുണ്ടാവുക. അത് പോവാനും പാടില്ല. അവർക്കും ഫേവറബിൾ ആയിട്ട് അവർക്ക് ചെയ്യണം. അപ്പോൾ പലപ്പോഴും ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താ കഴിഞ്ഞാൽ, നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ചില ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ എമ്പുരാൻ സിനിമയിൽ ആരാണ് ഇപ്പൊ എമ്പുരാനല്ല, ഞാൻ എൻ്റെ കരിയർ ഗ്രോത്തിലുള്ള കാര്യം കൂടി അതിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സിനിമയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആരാണ്? ശ്രീത്ത്. അവൻ അത് കണ്ടിന്യൂറ്റി പിടിച്ചോളൂ എന്ന് പറയുന്ന ചില ആർട്ടിസ്റ്റുകൾ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് പണിയാണ്. നമ്മൾ പിടിക്കും വേണം. ആ പണി ആരും അറിയൂല, ആരും സംസാരിക്കാൻ പോലും പോകാത്തൊരു വിഷയമാണ്. ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഞാനിത് പറയുന്നു. ഇപ്പൊ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അങ്ങനെ ഒരു ലെയർ ആർക്കറിയണം, അതൊന്നും അറിയണം. പക്ഷെ അത് മോശമായി അറിയും. മോശമായി കഴിഞ്ഞാൽ ആദ്യം പണ്ട് കാലത്ത് നമ്മൾ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ഏറ്റവും, അതായത് ചില ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണാൻ നമ്മൾ ഉമിക്കരി ഒട്ടിപ്പിടിച്ച പോലെയുള്ള താടി, അത് ആ ലിമിറ്റേഷൻസിൽ നിന്നാണ് അന്ന്. പക്ഷെ എപ്പോഴും ഞാൻ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ നല്ല നമ്മളെ പോലെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇപ്പോൾ നമ്മൾ നോ പറയാറില്ല. ഇപ്പൊ നമുക്കറിയാം അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നറിയാം. പക്ഷെ നമ്മളത് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ആ ലിമിറ്റേഷൻസ് ഇല്ലല്ലേ. ഇപ്പൊ ഞാനൊരു ക്രിയേറ്റീവ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഇപ്പോ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ, നമ്മളിപ്പോ ചില വാക്കുകളുണ്ട്, അത് ഇത്രേ പറ്റുള്ളൂ. ആ പറ്റുമുള്ളൂ എന്ന് പറയുന്ന സമയത്ത് നിലനിൽക്കുന്ന ആളുകൾ അത് വിശ്വസിക്കും. പക്ഷെ അതിന്റെ മുകളിലേക്ക് വേറൊരാൾ പറന്നിറങ്ങുമ്പോഴാണ് ഇങ്ങനെ പറ്റൂലേ, അവിടെ മറ്റാളുടെ ലിമിറ്റേഷൻ ആണ്. അപ്പൊ നമുക്കത് ലിമിറ്റേഷൻ ഇല്ലാതെ എത്രമാത്രം, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പോലും ഇതല്ല നാളെ നമ്മൾ എപ്പോഴും ഇതിലും വലുത് ഇനി വരുമ്പോൾ ഇത് ഒന്നും അല്ലാതാവും, ഈ പ്രോസസ്സ് ഒന്നും അല്ലാതാവും. ആ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ അടുത്ത ചിലപ്പോൾ ഒരു 5-6 വർഷത്തേക്കുള്ള കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ജോലിയെ റെസ്പെക്ട് ചെയ്താൽ, അല്ലെങ്കിൽ പേടിയോടുകൂടി ജോലി ചെയ്താൽ ചിലപ്പോൾ കുറച്ചും കൂടി നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു പാർട്ടിന് 2ാം ഭാഗം വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അതിനപ്പുറത്തേക്ക് ചോദിക്കാനുള്ളത്, സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് നമ്മൾ ലൂസിഫറിൽ ബഹുഭൂരിപക്ഷ സമയം കാണുന്നത്. ഓൺ സ്ക്രീനിൽ സ്റ്റീഫനാണ് നമുക്കുള്ളത്. എമ്പുരാന്റെ ഇനീഷ്യൽ അനൗൺസ്മെന്റ് മുതൽ ടീസർ വരുന്ന ടൈം ആകുമ്പോഴും അവിടെ നമ്മൾ സ്റ്റീഫൻ അല്ല കാണുന്നത്, അബ്രഹാം ഖുറേഷിയാണ് കാണുന്നത്. ഇവിടെ ഓഡിയൻസ് കണ്ട് ശീലിച്ച ഇവരുടെ കാഴ്ചയുടെ ലൂസിഫറിന്റെ ഒരു രൂപവും അതിന്റെ ഒരു ടൈലിന്റെ കിട്ടുന്ന വലുപ്പവും, രണ്ടാം ഭാഗത്തിൽ നമ്മൾ എന്താ കാണാൻ പോകുന്ന എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഇതിപ്പോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരിക്കും, സിനിമയുടെ പാർട്ടായിരിക്കും, നിങ്ങളുടെ ഉള്ളിലുമുള്ള സിനിമ ലവർ ഉണ്ട്, ഇയാൾ എന്തിനാ എക്സൈറ്റഡ് ആവണം എന്നുള്ള ചോദ്യം കൂടി അവിടെ ഉണ്ടല്ലോ മേക്കപ്പ് ചെയ്യാൻ വരുമ്പോൾ. അവിടെ ഈ ഖുറേഷി സ്റ്റീഫൻ ഇത് രണ്ടാണ്, ഐ മീൻ 2 തരത്തിൽ വിഷ്വലി പ്രസന്റ് ചെയ്യേണ്ടവരാണ്. ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഇവരെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇതിനകത്ത് ലൂസിഫറിലെ സ്റ്റീഫനെ നമ്മൾ ഏറ്റവും അടുത്തറിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മളുടെ അദ്ദേഹത്തിന്റെ എല്ലാ ഇമോഷൻസും നമ്മൾ അടുത്തറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു കൺക്ലൂഷനിൽ എത്തിക്കുമ്പോൾ എൻഡിൽ അബ്രഹാം ഖുറേഷിനെയും നമ്മൾ ഏറ്റവും അടുത്തറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബ്രഹാം ഖുറേഷിയെ നമ്മളൊരു ആ സിനിമയിൽ നിന്നൊരു 5 ഇയർ ഗ്രോത്ത് ആണ് അദ്ദേഹത്തിന് എന്താണോ നിർത്തിയിരിക്കുന്നത് അതിൽ നിന്ന്. അപ്പോൾ ആളുകൾക്ക് അതറിയാം, രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം. അപ്പൊ അവിടെ നിന്ന് നമ്മളൊരു 5 ഇയർ ആണ് ആ ഗെറ്റപ്പുകൾക്ക് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത്, ഷെയ്ഡിങ് കൊടുത്തിട്ടുള്ളത്. അത് ഏജിങ് ആണെങ്കിലും അങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് നമ്മളിപ്പോ സ്റ്റീഫൻ, എനിക്ക് പേഴ്സണലി എനിക്ക് ആ നമ്മുടെ അബ്രഹാം ഖുറേഷിയുടെ ലുക്ക്, ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ആ കോസ്റ്റ്യൂം കോഡ്, അതിന്റെ ഈ രണ്ട് സൈഡിലുമുള്ള ഗ്രേ,
ആ ഒരു ഫീല് നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ അതൊരു ലാൽ സാറിന്റെ മറ്റൊരു ഗെറ്റപ്പാണ്, ജില്ലയിലെ ഗെറ്റപ്പാണ്. അതായത് അതൊരു ഒരു ഇമ്പാക്റ്റ് ഉള്ള ലുക്കാണ്. അപ്പൊ എന്ന് പറയുന്ന പോലെ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സിനിമ, നമ്മൾ വർക്ക് ചെയ്തൊരു സിനിമയിൽ അബ്രഹാം ഖുറേഷിയുടെ ആ ഗെറ്റപ്പ് നമ്മളെ ഏറ്റവും കൂടുതൽ തിയേറ്റർ എക്സൈറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ഈ ലുക്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു, ഇപ്പോൾ സ്റ്റീഫൻ എന്ന് പറയുന്ന ടീസറിൽ നിങ്ങൾ കണ്ടതാണ് സ്റ്റീഫന്റെ പ്രസൻസ്. അപ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് എടുത്ത് വരുമ്പോൾ എങ്ങനെയാകും എന്നുള്ളൊരു, ഡ്രസ് കോഡ് എപ്പോഴും മേക്കപ്പിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മളെപ്പോഴും ഇപ്പം കോസ്റ്റ്യൂം മേക്കപ്പ് എന്ന് പറയുന്നത് അത് രണ്ടും കൂടി ജെല്ലാവുന്ന സമയത്താണ് അപ്പൊ ഞാൻ സുജിത്തൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്തും നമ്മൾ സ്റ്റീഫൻ, അപ്പോഴും നമ്മൾ രാജുവിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട്, സ്റ്റീഫൻ വൈറ്റ് ആൻഡ് വൈറ്റ് തന്നെയാണ്, മാറ്റമില്ല. അപ്പോൾ അത് നമുക്കറിയാം അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു ഇഷ്ടം അദ്ദേഹത്തിന്. പക്ഷെ ലൂസിഫർ ടീസർ ഇറങ്ങുന്നത് വരെ എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് സ്റ്റീഫനെ കാണാനല്ല, അബ്രഹാം ഖുറേഷിയെ കാണാനാണ് വെയിറ്റ് ചെയ്തത്. പക്ഷെ ആ സിനിമയിൽ എമ്പുരാനിൽ സ്റ്റീഫൻ ഉണ്ട് എന്ന് പറയുമ്പോൾ മുതൽ ആളുകൾ എക്സൈറ്റഡ് ആണ്. എത്ര നേരം ഉണ്ടാവും, സ്ക്രീൻ ഡ്യൂറേഷൻ എത്ര നേരം ഉണ്ടാവും. അതിനിപ്പോ ഒരു സെക്കൻഡ് ഉണ്ടെങ്കിലും ആളുകൾ ചിലപ്പോൾ ഭയങ്കര തിയേറ്റർ അത് പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആ പ്രസന്റ് ചെയ്യുന്നതിൽ തിയേറ്റർ മാജിക് എന്ന് പറയുന്നത് നമുക്കിപ്പോ ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഒത്തിരി മാജിക്കുകൾ ഇപ്പൊ നമുക്കത് ഇന്നത് ഇപ്പൊ മേക്ക് ഓവർ ആയാലും, അല്ലെങ്കിൽ നമ്മൾ ആ ഡ്രസ് കോഡൊക്കെ ഇട്ട് ഷൂട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞാലും ഏതൊക്കെ പോർഷനാണ് എങ്ങനെയൊക്കെയാണ് വർക്ക് ആവാന്നുള്ളത് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സിനിമയുടെ ഒരു മാജിക് അതാണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചതിന്റെ 4 ഇരട്ടി നമുക്ക് റിസൾട്ട് തരാം, അല്ലെങ്കിൽ ഒരു ആർട്ടിന്റെ ഒരു ഏറ്റവും വലിയ സാധ്യത അതാണല്ലോ. ഏത് ലെവലിലേക്കാണ് അതിനെ കൊണ്ടെത്തിക്കുക എന്നുള്ള അറിയില്ല. അപ്പോൾ അത് ആ മൊമെന്റ് തിയേറ്ററിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആവണം. നമ്മൾ ആഗ്രഹിക്കുന്ന മൊമെന്റുകളിൽ അദ്ദേഹത്തിന്റെ മുഖങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാവങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ 4 ഇരട്ടി ഓഡിയൻസ് ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതും ഇത്രയും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയായതുകൊണ്ടും അത് ഏറ്റവും നന്നായിട്ടൊരു ഫാൻ മൂഡിൽ ലാൽ സാറിന് ഇഷ്ടപ്പെടുന്ന പൃഥ്വിരാജിനെ പോലെ ഒരാള് ഡയറക്റ്റ് ചെയ്തൊരു സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ നമ്മളത് ആ തിയേറ്ററിൽ തന്നെ ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വളരെ ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് സക്സസിലാണ് നമ്മൾ ഈ പറഞ്ഞ നമുക്കും ചേർന്ന് കയ്യടികളായാലും നമ്മളത് റിപ്പീറ്റഡ് ആയി, ഇപ്പം നമ്മൾ വന്നിരുന്ന് ഏതൊരു വാക്കും അനർത്ഥമാവുന്നത് അതൊരു സക്സസ് ആവുമ്പോഴാണ്. അപ്പോൾ അത് സംഭവിക്കട്ടെ. അത് ഏറ്റവും എക്സൈറ്റഡ് ആകാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോ മോഹൻലാലിനെ പലതവണ പല സിനിമകളിലായിട്ട് ഈ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് പല ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സ് എല്ലാം പല പ്രായമായിരിക്കാം. ഈ ആസ് എൻ ആക്ടർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മോഹൻലാലിനോളം തഴക്കം വന്ന അഭിനയത്തെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇയാളെ ഫ്ലെക്സിബിൾ ആയ ആക്ടർ ഉണ്ടോ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിന്റെ മുഖത്ത് മേക്കപ്പ് ചെയ്യുന്നതിനെ പറ്റിയുള്ള പല കഥകൾ കേട്ടിട്ടുണ്ട്. ശ്രീ ഗുരുവായൂരിന് ശരിക്കും എങ്ങനെയാണ് ഒരു മോഹൻലാൽ ആസ് എൻ ആക്ടർ, ആസ് എ പെർഫോമർ, അവിടെ ഒരു ടച്ച് എന്ന് പറയുന്നത് ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ മൊമെന്റുകൾ ശരിക്കും? ഇതിലെന്ന് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാൽ സാറിനൊരു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ടീമുണ്ട്. ഹെയർ സ്റ്റൈലിസ്റ്റ് ബിജീഷ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ലിജു, പിന്നെ അതുപോലെ കോസ്റ്റ്യൂം മുരളിച്ചേട്ടൻ, ഇവർ അടങ്ങുന്ന ഒരു ടീമുണ്ട്. അപ്പം നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ അല്ലെങ്കിൽ മേക്ക് ഓവറുകൾ ഇങ്ങനെയായിരിക്കണം, അപ്പോൾ അത്രയും ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്തും, അല്ലെങ്കിൽ ഇപ്പോൾ എമ്പുരാനിലേക്ക് വരികയാണെങ്കിൽ അബ്രഹാം ഖുറേഷിയുടെ ആ ഡിസൈൻ, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനവർക്ക് ഒരു കൃത്യമായ ഒരു ടീമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹവുമായിട്ട് ഇടപഴകുന്ന സമയങ്ങൾ ഏറ്റവും വാല്യുബിൾ ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അതായത് നമ്മൾ മേക്കപ്പ് ചെയ്ത് തുടങ്ങി തീരുന്ന മൊമെന്റ് നമ്മൾ അറിയില്ല, തീർന്നാലും നമ്മളത് കൈയെടുക്കാൻ നമുക്ക് തോന്നാത്ത ഒരു ആക്ടറാണ്. അത് ഇപ്പോൾ ചില ആക്ടേഴ്സിന്റെ റിഫ്ലക്ഷൻ അതുപോലെ ആയിരിക്കും.
അത്രയും കംഫർട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഇപ്പം ജോലി ചെയ്യുമ്പോൾ നമ്മളെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ നമ്മളെ കംഫർട്ട് ആക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ആ മൊമെന്റുകൾ എനിക്ക് ഞാൻ ലൈഫിൽ എപ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഇതൊക്കെ പറയുന്നത് അയാളും ഞാനും തമ്മിൽ കരിയറിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സിനിമയിൽ തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ നേരത്തെ ഏജിങ് പറഞ്ഞപ്പോ പൃഥ്വി ആ പ്രായത്തിൽ പൃഥ്വിരാജിന്റെ പ്രായമല്ല രവി തിലകന്റെ യങ്ങർ വേർഷന്. പ്രസന്റിൽ വരുമ്പോൾ പൃഥ്വി എത്തിപ്പെടാത്തൊരു ടൈം ലൈനിലാണ് രവി തിലകൻ നിൽക്കുന്നത്. ഈ രണ്ട് രവി തിലകനെ ക്രിയേറ്റ് ചെയ്യണം, എന്നാണ് പൃഥ്വിരാജ് വരാൻ പാടില്ല. അയാളും ഞാനും തമ്മിൽ എത്രമാത്രം ചലഞ്ചിങ് ശരിക്കും. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും കംഫർട്ട് തരുന്ന ഡയറക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ എന്നെ ഇൻഡിപെൻഡന്റ് ആക്കിയിട്ടുള്ള ലാൽജു സാർ, അപ്പോൾ അത് വെച്ച് അദ്ദേഹം നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ചില മൊമെന്റുകളുണ്ട്. അപ്പോൾ അതിൽ ആ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെയും മേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു സാൾട്ട് ആൻഡ് പെപ്പറിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഏജിങ് പരിപാടി. പിന്നെ നമ്മളതൊരു ഫേസിനകത്ത് ഒത്തിരി ഏജ് പിടിക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസ് ആ ഒരു സാൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള രീതിയിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അത് അപ്പോൾ അത്തരം മേക്കപ്പുകൾ നമുക്ക് അത്ര ചലഞ്ചിങ് അല്ല. പക്ഷെ അത് നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ അതിനകത്തൊരു റിയൽ ഫീൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രമേ നമുക്ക് അതിനകത്ത് നടന്നിട്ടുള്ളൂ. ഈ മേക്കപ്പ് അസിസ്റ്റന്റ് ആയ ടൈം മുതൽ ഇൻഡിപെൻഡന്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്നവർ മുല്ലയില് തുടങ്ങുന്നത്, ഇപ്പൊ 2008 കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു ജേണി ഉണ്ടല്ലോ. എവിടെയാണ് ശരിക്ക് ഈ പ്രൊഫഷണൽ ഒരു ഹൈ കിട്ടുന്നത്? ആ പ്രൊഫഷണലാണോ ശരിക്കും ഹൈ, അതോ സിനിമയിലായിരുന്ന ഹൈ? അത് ക്ലിയർ ചെയ്താൽ കൊള്ളാം. എന്തായിരുന്നു ശരിക്കും ഹുക്ക് പോയിന്റ്? എന്തായിരുന്നു? മേക്കപ്പിലാണോ സിനിമയിലാണോ? ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് മേക്കപ്പ് അസിസ്റ്റന്റ് എന്ന് പറയുന്നതൊക്കെ ഒരു അതിൻ്റെ ഒരു വാല്യൂ ഒന്നും, ഇപ്പോൾ ഞാൻ വളരെ ഏർലി സ്റ്റേജിലാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ എത്തിയത്. എൻ്റെ ഒരു ആഫ്റ്റർ 16 ഏജിൽ ഞാനിവിടെ ഇൻഡസ്ട്രിയിൽ പാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്ന് ഞാൻ പലപ്പോഴും ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകൾ എന്നെക്കാളും 5-6 വയസ്സ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് എന്നെക്കാളും 6-7 വയസ്സ് കൂടുതലുള്ള ആളുകളുമായിട്ടാണ് ഞാൻ കളിച്ചിരുന്നത്. അപ്പോൾ നമ്മളറിയാതെ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ നമ്മളറിയാതെ ഒരു അപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ജോലിയിൽ ഈ പറഞ്ഞ പ്രായത്തിലെത്തി നോക്കുമ്പോൾ ഇത് തന്നെയാണോ എൻ്റെ ജോലി എനിക്കറിയില്ല. പഠനം തിരിച്ചു പഠിക്കേണ്ട ഒരാളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു മേക്കപ്പിൻ്റെ ഒരു ജോലി തുടങ്ങി, സിനിമയുടെ ഒരു നമ്മൾ സിനിമ ചോറുണ്ട് തുടങ്ങിയപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ബ്ലഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ എത്തുന്ന മേഖലയിലേക്ക് നമുക്കൊരു അറ്റൻഷൻ കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അവിടെ ഒരു അറ്റൻഷൻ കിട്ടാറുണ്ട്. പക്ഷേ ഈ മേക്കപ്പ് അസിസ്റ്റന്റ് സിനിമ മേഖലയിലെ ഏറ്റവും അവസാന കണ്ണികളിൽ ഒരു കണ്ണിയാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എനിക്ക് എത്രമാത്രം അറ്റൻഷൻ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ആ ജോലിയിൽ എന്നാണ് ഒരു ഉയർച്ച, ആ ഗ്രാഫ് നെക്സ്റ്റ് സ്റ്റെപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അതൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, എവിടെ നിൽക്കണമെന്നറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു ശരിക്കും അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. പക്ഷെ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന, ജോലിനെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന പട്ടണം ഷാ എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റും പട്ടണം റഷീദ്, അവർ രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അസിസ്റ്റന്റിൽ ഒരാൾ നമ്മളുണ്ട് എന്നുള്ളതും, നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരും നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓക്കെ ഇത് തന്നെയാണ് നമ്മൾ. അങ്ങനെയാണ് നമ്മൾ ഓരോരോ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആയി സഡൻലിയാണ് എന്നെ പിക്ക് ചെയ്യുന്നത് ലാൽജു സാർ എന്ന് പറയുന്ന ഡയറക്ടർ. ആ മൊമെന്റ് ആണ് ശരിക്കും എൻ്റെ കരിയറിലെ അവിടെ നിന്നാണ്. അപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് ആവുക എന്നതിനപ്പുറത്തേക്ക് അത് സംഭവിക്കുന്ന മൊമെന്റ് സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആരിലൂടെ സംഭവിക്കണം എന്നുള്ളതാണ് അതായത് ഏറ്റവും നല്ല കാര്യം ഏറ്റവും നല്ല മേഖലയിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല ആളുകളുടെ കൂടെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഏറ്റവും നന്നായിട്ട് നിൽക്കാനുള്ള എൻ്റെ ഊർജം. ഇതെല്ലാം എനിക്ക് തോന്നുന്നേ ഈ പിക്ക് ചെയ്തത് അല്ലെങ്കിൽ ഈ ബെസ്റ്റ് കൊടുക്കുക, നമ്മുടെ സ്കില്ലിനെ എത്രമാത്രം അടിപൊളിയായി കൊടുക്കുക എന്നുള്ളത് കൂടെ ഉണ്ടല്ലോ. അതിലെനിക്ക് തോന്നുന്നു ഈ എമ്പുരാൻ വരുന്ന സമയത്ത് പല ഭാഷകളിൽ നിന്നുള്ള പല ആർട്ടിസ്റ്റുകളാണല്ലോ വരുന്നത്. നമ്മളിപ്പോ ഈ ഫ്ലിം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഗെയിം ഓഫ് ത്രോൺസ് പോലുള്ള ഒരു സ്പേസിൽ നിന്ന് മലയാളം ഇൻഡസ്ട്രിയുടെ പാർട്ടാവുന്നു. അങ്ങനെ ഒരുപാട് പേര് ഇവർ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ രീതികളിൽ പൊരുത്തപ്പെട്ടവരായിരിക്കില്ല, നമ്മുടെ ഇൻഡസ്ട്രിയുടെ പാർട്ടാവുന്ന ആദ്യത്തെ സിനിമയാണ്, ഇവരെ കംഫർട്ട് ആയത് നമുക്കറിയത്തില്ല. അവിടെ ഇവരെല്ലാം ക്യാരക്ടേഴ്സ് ആക്കി മാറ്റണം. പല ഭാഷയിലുള്ള പല നാട്ടിൽ നിന്നുള്ള പല മനുഷ്യരെ, എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് എൻ്റെ ഓഫ് ദി ഡേ. ഇവരൊക്കെ എക്സ്പീരിയൻസിന് അപ്പുറത്തേക്ക് ഇവരെ ക്യാരക്ടേഴ്സ് ആക്കുന്നത്
ഇവർക്ക് കൊടുക്കുന്ന ഫീഡുകള്, കമ്മ്യൂണിക്കേഷൻസ്, അതെല്ലാം ശരിക്കും എങ്ങനെയായിരുന്നു? ഇതിനകത്ത് നമ്മുടെ ഒരുവിധം ക്യാരക്ടേഴ്സിനൊക്കെ ഉണ്ടാവുന്നത് ഒരു നോർമൽ ലുക്കുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് നമ്മുടെ ചില ഈ പ്രോസ്തറ്റിക് ആയിട്ട് ചെയ്യുന്ന ചില മേക്കപ്പുകളുണ്ട്. അപ്പോൾ അത് ഒരു ആക്ടറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന സ്കിൻ ടോണിന്റെ റിഫ്ലക്ഷൻ അല്ല. അതായത് നമ്മളൊരു സ്കിന്നിൽ ഇടുന്ന കളറുകൾ നമ്മളൊരു ഇന്ത്യൻ ആർട്ടിസ്റ്റുകളുടെ സ്കിൻ ടോണിൽ ഇടുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കളറുണ്ട്. അതല്ലാതെ ഇവരുടെ കളർ വേറൊരു കളറാണ്. അപ്പം നമ്മളിത് ഈ പ്രോസ്തറ്റിക് വർക്കിന്റെ ചില വൂണ്ടുകൾ, ചില അത്തരം കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് മാത്രം, ബാക്കിയെല്ലാം നമുക്കൊരു നോർമൽ ലുക്കുകളൊക്കെ ഏറ്റവും ഈസി ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതുവരെ ചെയ്ത കളറുകളല്ല അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു പുതിയൊരു പഠനം നടക്കുന്നു. അല്ലെങ്കിൽ ആ ടോൺ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്കിൻ ടോൺ വേറെ ടോൺ ആവുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മൾ ചലഞ്ചിങ് ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എനിക്കത് ആ ഒരു ഏരിയ ഇപ്പൊ റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു, അതുകൊണ്ട് അങ്ങനെ ഒരു മേക്കപ്പ് നമ്മളെ സിനിമയിൽ ആദ്യം ചെയ്തൊരു ചലഞ്ചിങ് മേക്കപ്പ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ സമയത്ത് രാജു അത് കണ്ടു കഴിഞ്ഞപ്പോൾ രാജു അതായത് നമ്മൾ പറയില്ല, ഒരു സിനിമയുടെ ആർട്ട് ഫോമിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ സിനിമ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് സംഭവിക്കുന്നു എന്ന് തീരുമാനം ഉണ്ടാവുന്നത് അപ്പോഴാണ്. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത, ഞാൻ ഡിസ്കസ് ചെയ്ത, ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എൻ്റെ അതായത് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ട് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്നു എന്ന് സ്വയം മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ സമയത്ത് നമ്മളതിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ആ മൊമെന്റ് ശരിക്കും അവിടെയാണ് ഫസ്റ്റ് ഡേ തുടങ്ങുന്നത്. അതായത് ഒരു ഫോറിൻ ആക്ടറുടെ ഫേസിൽ ഉണ്ടാവുന്ന ചില പ്രോസ്തറ്റിക് ചില വൂണ്ടുകളുടെ പരിപാടികളും അദ്ദേഹം അന്ന് വരെ കാണാത്ത ഒരു ഔട്ട് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇംപ്രസ്ഡ് ആവുന്ന മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ചിലപ്പോ ഇന്ന് വരെ കാണാത്ത, എപ്പോഴും നമ്മൾ ഉപയോഗിച്ചിരുന്ന ചില, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സിനിമയിൽ എപ്പോഴും വൂണ്ടുകൾ ഇടുമ്പോൾ അല്ലെങ്കിൽ മാർക്കുകൾ ഇടുമ്പോൾ ആർട്ടിസ്റ്റിന് അറിയാം അതിപ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റ് എവിടെ ഇടാൻ പോകണമെന്നുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് അറിയാം. നമ്മുടെ പൃഥ്വിരാജ് എന്നൊക്കെ പറയുന്ന ഒരു ആക്ടർ ഇത്രയും അധികം സിനിമകൾ ചെയ്തതുകൊണ്ട് ഇടിയിട്ടി അല്ലെങ്കിൽ നമ്മളൊരു ജഡ്ജ്മെന്റിൽ പഞ്ച് മാർക്ക് എവിടെ കൊടുക്കണം അല്ലെങ്കിൽ സ്കാർ മാർക്ക് എവിടെ കൊടുക്കണം എന്ന് പറയുമ്പോൾ പുള്ളിയുടെ അടുത്തേക്ക് വരാൻ പോകുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് എവിടെയായിരിക്കും, ഏത് കളറായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ പഞ്ച് എന്നുള്ളത് വരെ ഒരു ആക്ടർക്ക് അറിയാൻ പറ്റും. ആ ആക്ടർ അവര് ചിന്തിക്കുന്നതിന് അപ്പുറത്തൊരു ആഡ് ഓൺ വരുമ്പോഴാണ് കൊള്ളാലോ എന്ന് പറയുന്നത്. അത് അവര് ചിന്തിക്കുന്ന സാധനം ഇടുമ്പോൾ മേക്കപ്പ് അത് അവർക്ക് അറിയാം. പക്ഷെ അതല്ലാതെ ഒരു സാധനം നമ്മൾ പുതിയതായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് അവരതിനെ കുറിച്ച് അപ്പൊ അവർ ചോദിക്കും ഇതെന്താണ് പരിപാടി, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ആവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ ആ പ്രോസസ്സ് കഴിഞ്ഞ സമയത്ത് പുള്ളിക്ക് പരിപാടി കിട്ടി, ഇതിന്റെ അത് ഇങ്ങനെയാണ്, അപ്പോൾ ശ്രീത എനിക്ക് അത് കുറച്ചും കൂടി ആവും, അതായത് കിട്ടിയ സാധനം ഹാപ്പിനെസ് ആണ്, അപ്പൊ അതെനിക്ക് കുറച്ചുകൂടെ തരാം എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് അത് മാറുന്നതും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് അതല്ല, അതായത് വാക്ക് തന്നെ മോശമല്ല, അല്ലെങ്കിൽ ട്രോള് പോലെ ആയിരിക്കും, അത് നീയൊക്കെ കൂടി ചളമാക്കുമോ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ എവിടെയും ഇടവരുത്താതെ ഏറ്റവും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ എല്ലാ മേഖലയിലും, നമ്മുടെ ഈ മേഖലയിൽ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. ഈ പൃഥ്വിരാജിനെ പറ്റി പറയുന്നു, മോഹൻലാലിനെ പറ്റി പറയുന്നു, എനിക്ക് തോന്നുന്നു പലരുടെ പേരുകൾ മെൻഷൻ ചെയ്യുമ്പോഴും അധികം സംസാരിച്ച് കേൾക്കാത്ത മുരളി ഗോപിയെ പറ്റിയിട്ടാണ്. ഇതിന്റെ ഒരു ബാക്ക് ബോൺ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്ന റൈറ്റർ ആണല്ലോ. ഇപ്പോൾ ലൂസിഫറിന്റെ പാട്ടാകുമ്പോഴും ഇബ്രാഹിം വരുമ്പോഴും നിങ്ങൾ വായിക്കുന്ന ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് മുരളി ഗോപി എഴുതിയതാണ്. അവിടെ നിന്നാണ് ഈ ഫ്രാഞ്ചൈസി, ഈ ട്രിലജി നിൽക്കുന്നത് തന്നെ. ഈ മുരളി ഗോപി ആസ് എ റൈറ്റർ ഓൺ ലൊക്കേഷൻ എന്താണ് ശരിക്കും? മുരളിച്ചേട്ടൻ ബാക്കി, അതായത് ഒരു സിനിമ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലി അല്ലെങ്കിൽ ഒരു റൈറ്ററുടെ ജോലി തീരുകയും ഷൂട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന ബാക്കിയുള്ള എല്ലാ ആളുകളുടെ ജോലി തുടങ്ങുകയും ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ബ്രീഫ് കഴിയുമ്പോൾ തന്നെ ആ സ്ക്രിപ്റ്റ് എത്രമാത്രം പെർഫെക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്.
അപ്പൊ തന്നെ മുരളിച്ചേട്ടന്റെ ജോലി അവിടെ കഴിഞ്ഞു. പിന്നെ അദ്ദേഹം ഇത് സ്ക്രീനിൽ ആസ്വദിക്കുന്ന, മീൻസ് നമ്മൾ ഓരോ സീക്വൻസുകളും ഷൂട്ട് ചെയ്യുമ്പോഴും അദ്ദേഹം ഡയറക്ടറുടെ പുറകിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം മനസ്സിൽ കണ്ട ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ അദ്ദേഹം മനസ്സിൽ കണ്ട ലുക്കുകൾ, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ എഴുതുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ അതിനെ പല രീതിയിൽ ആവർത്തിച്ച് പല വേർഷൻസ് കണ്ടിട്ടുണ്ടാവാം. അപ്പൊ അതിലെ അദ്ദേഹം പോലും ചിലപ്പോൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഒരു ടീം അതിനകത്ത് പണിയെടുക്കുകയും ആ പണികൾ കണ്ട് ആസ്വദിച്ചുകൊണ്ട് എല്ലാ ടെക്നീഷ്യൻസിന്റെയും ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് വളരെ കംഫർട്ട് ആക്കിക്കൊണ്ടാണ് അദ്ദേഹം ഒരു ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും അത് അങ്ങനെ ചെയ്യണം എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. അത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ട്രസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ അത് ഏറ്റവും നന്നായി ക്യാമറയിലേക്ക് ഒപ്പിയെടുക്കുന്ന സുജിത്ത്, മോഹൻദാസ് ആ ഡയറക്ടർ, പിന്നെ എഡിറ്ററൊക്കെ കുറച്ചുകൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരാളാണ് അഖിലേഷ് എന്ന് പറയുന്നത്. അക്കുവിന്റെ മൂന്നാമത്തെ സിനിമ. അപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ സ്പോട്ട് എഡിറ്ററായിട്ട് വന്നുകൊണ്ട് രാജു ചേർത്ത് പിടിച്ച, നമുക്കറിയാം അപ്പോൾ ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിറ്റർ എന്നുള്ള രീതിയിൽ അക്കു ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അത് ആ സിനിമ നമ്മൾ ആ പ്രോസസ്സ് കാണുമ്പോൾ തന്നെ അത് കൺവിൻസിങ് ആയി, അല്ലെങ്കിൽ എടുത്ത പ്രോസസ്സ് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് തരുന്ന ഒരു റെഫറൻസും മ്യൂസിക്കും ഒക്കെ ഇട്ടിട്ടായിരിക്കും നമ്മളെ കാണിക്കുന്നത്. അപ്പോഴാണ് നമ്മളൊക്കെ ചാർജ് ആവുന്നത്. അപ്പൊ എന്ത് പറയുന്ന, അപ്പൊ അങ്ങനെയാണ് ആ പ്രോസസ്സുകൾ. അപ്പൊ ഇതെല്ലാം എൻജോയ് ചെയ്യുന്ന, ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് ലൊക്കേഷൻ വിസിറ്റ് ചെയ്യുകയും അദ്ദേഹം അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒന്നും തരേണ്ടി വരാത്ത അദ്ദേഹത്തിന്, ഇപ്പൊ മുരളിച്ചേട്ടനുമായിട്ട് ഞാൻ മുമ്പ് തീർപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തു, രതീഷ് അമ്പാട്ട്. അപ്പോൾ മുരളിച്ചേട്ടൻ അങ്ങനെ എല്ലാ ഡയറക്ടേഴ്സിനും കൈ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ആളല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിഷനുണ്ട്. അത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ അദ്ദേഹത്തിനോട് കൂടെ വളരെ ജെല്ലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ ആ വ്യക്തി ഏറ്റവും കംഫർട്ടായിട്ട്, ഏറ്റവും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് എമ്പുരാന്റെ ലൊക്കേഷനിൽ വരുന്നു. എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് ചായ കുടിക്കുന്ന പോലെ തന്നെ എല്ലാ ആളുകളോടും ഇന്ററാക്ട് ചെയ്യുകയും അതിന്റെ ഔട്ടുകൾ കണ്ടുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ബ്രീഫ് അങ്ങനെയാണല്ലോ. ഇപ്പൊ എമ്പുരാന്റെ ഒരു സ്കെയില് എങ്ങനെയായിരിക്കണം, അപ്പൊ അത് എഴുതി തീർത്തിട്ടുള്ള ആളുടെ ഇന്ററാക്ഷൻ ഭയങ്കര രസകരമാണ്. നമ്മളെ കൂടെ എപ്പോഴും വന്ന് സരസമായ ഒരു ബ്രദറിനെ പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നി കരിയറിലെ പെട്ടെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ നമുക്ക് ഇതുവരെ നമുക്ക് സിനിമകൾ തലയിലോടുമല്ലോ, അതിൽ പെട്ടെന്ന് നോക്കാം അങ്ങനെ അപ്പൂത്തിക്കരിയിലെ ഈ ജയസൂര്യയുടെ ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ടതാണ്. ഫിസിക്കലി എടുത്ത എഫേർട്ടിൽ അറിയാം. അതിനൊപ്പം തന്നെ ഇയാളുടെ ഈ പ്രോസ്തെറ്റിക്കലി ഇയാളെ എൻഹാൻസ് ചെയ്യുന്നത്, ഈ ക്യാരക്ടറിന് ഇമ്പാക്ട് ഉണ്ട്. പടം സ്ക്രീനിൽ കാണുമ്പോൾ ഓഡിയൻസിനൊരു അവിടെ ഒരു മരവിപ്പുണ്ട്, നിസ്സഹായത തോന്നുന്നുണ്ട് അയാളുടെ അടുത്ത്. ആ ക്യാരക്ടർ അതിനൊരു ബിലീവബിൾ ഫാക്ടർ കൊണ്ടുവരുന്നത് ശരിക്കും എങ്ങനെയാണ്? അത് ഫിസിക്കൽ പ്രോസസ്സിൽ ഇപ്പൊ ജയസൂര്യ എന്ന് പറയുന്ന, ഞാൻ ജയേട്ടൻ എന്ന് വിളിക്കുന്ന, ഞാനും അദ്ദേഹവുമായി വേറൊരു ആത്മബന്ധമുണ്ട്. അതായത് ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ മേക്കപ്പ് അസിസ്റ്റന്റ് ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ ട്രാവൽ ചെയ്ത് സ്വപ്നക്കൂട് എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്ന സമയത്ത് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീത എന്റെ കൂടെ ഒന്ന് നിൽക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അന്ന് മുതലേ പുള്ളിയുടെ ചില മാനറിസങ്ങൾ, ഇഷ്ടപ്പെട്ട മാനറിസങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. അത് കൊള്ളാം, ഇത് കൊള്ളാം. അപ്പൊ നമ്മളെ, പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചില കാര്യങ്ങളിൽ എടുക്കുന്ന നമ്മുടെ ചില കണ്ടെത്തലുകളുണ്ട്, അതൊക്കെ പുള്ളിയായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ കഴിഞ്ഞു, എൻമനവൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജയസൂര്യ സ്വപ്നക്കൂട് എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് പുള്ളിനോട് പറഞ്ഞു, എൻ്റെ കൂടെ വർക്ക് ചെയ്യാവോ, എൻ്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വരാവോ എന്ന് വെച്ചപ്പോൾ അന്ന് നമ്മളെ പട്ടണ നീ പോയി വർക്ക് ചെയ്യും എന്ന് പറഞ്ഞു. അവിടെ പുള്ളിയുടെ കൂടെ ഒരു 3-4 സിനിമകളിൽ, 3-4 അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സ്വപ്നക്കൂട്, പുലിവൽ കല്യാണം, ചതിക്കാത്ത ചന്തു. അപ്പൊ ആ സിനിമകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പുള്ളിയുമായിട്ട് പുള്ളിയുടെ ഓരോ എക്സ്പ്രഷൻസ്, അതായത് ഓരോ ഷോട്ടും കഴിഞ്ഞിട്ടും മിററിലേക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് മിററും പിടിച്ചിട്ട് പറയും, ഇവിടെ എങ്ങനെ ഉണ്ടാന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഊമപ്പെണ്ണ് പോയിട്ടില്ല,
അപ്പോൾ അതിന്റെ ഒരു സാധനമുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അപ്പോൾ അത്തരം ഇമോഷൻസുകളും നമ്മൾ അതിനകത്ത് പുള്ളിയായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജയേട്ടൻ എന്ന് പറയുന്നത് പുള്ളിയുടെ പിന്നെ ഒരു 5-6 സിനിമ കഴിഞ്ഞ് ഞാൻ തിരിച്ച് പട്ടൺ റഷീദ് വരെ ഇതിലേക്ക് ജോയിൻ ചെയ്തു. പുള്ളിയുടെ ഗ്രാഫ് വേറൊരു ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹവുമായി വർക്ക് ചെയ്ത സമയത്ത് ഞാൻ നാട്ടിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് അന്ന് ഞാൻ പറയും ജയസൂര്യയുടെ അങ്ങനെ നമ്മളൊരു ആക്ടറെ, നമ്മളെ അടുത്ത് നിൽക്കുന്ന ആക്ടറെ കുറിച്ച് പറയുമ്പോൾ ജയസൂര്യയൊക്കെ അന്ന് കണ്ടിരുന്ന ഓഡിയൻസ് ഉണ്ട്, സാധാരണക്കാർ. പുള്ളിയൊന്നും അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പുള്ളി ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പുള്ളിയിൽ നിന്ന് മാറിയിട്ട് പോലും പുള്ളിയുടെ ഗ്രാഫുകൾ ഒരു വഴിയിലൂടെ ട്രാവൽ ചെയ്യുന്നു. ഞാൻ ഇതേപോലെ വേറെ ട്രാവൽ ചെയ്യും. ഞങ്ങൾ തിരിച്ച് ജോയിൻ ചെയ്ത സിനിമയ്ക്കായിട്ടായിരിക്കും അപ്പോത്തിക്കരി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി നമ്മളിൽ ഭയങ്കര കംഫർട്ടാണ്. അപ്പൊ പറഞ്ഞു, എടാ ഞാൻ ഫിസിക്കലി ഇങ്ങനെയാണ്, എനിക്ക് ഇതിനകത്ത് എനിക്ക് ഈ വ്യക്തിക്ക് കുറച്ച് ചെസ്റ്റ് ഹെയർ വേണം, അഡീഷണൽ കുറച്ച് ചെസ്റ്റ് ഹെയർ വേണം. അപ്പോൾ അത് ഓപ്പൺ ആവുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് ചെസ്റ്റ് ഹെയർ ആയിട്ട് ഒരു പോർഷൻ നമ്മളത് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് കണ്ടുകൊണ്ട് പറഞ്ഞു, ഇത് എനിക്ക് ഓക്കെയാണ്, അടിപൊളി. അതായത് ഹെയർ, അതായത് അത് ജേട്ടൻ അത് ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട്, അതായത് മുടി വരെ നഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോ ആ വ്യക്തിക്ക് മുടി അത്രമാത്രം ഉണ്ടാവണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് പുള്ളി അത്. അപ്പൊ അത് ഇപ്പൊ നമുക്ക് അത്തരം ചിന്തകൾ ഇപ്പൊ മമ്മൂക്കൊക്കെ ചിന്തിക്കുന്ന പോലെ മേക്ക് ഓവറുകൾ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങൾ ഏതാണ് എന്നുള്ളത് ആദ്യം ചിന്തിക്കുന്ന ഒരാളാണ് പുള്ളി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും അപ്പൊ അപ്പോത്തിക്കരിയിലേക്ക് എത്തിയപ്പോൾ അതിൽ നിന്ന് പിന്നെ തല ഷേവ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റിച്ചിങ് മാർക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ്, അപ്പോൾ അതൊക്കെ ഏറ്റവും നന്നായിട്ട് തന്നെയാണ് നമ്മൾ അതിനകത്ത് അതിൻ്റെ ഒരു ചില പഠനങ്ങൾ, ചില മെറ്റീരിയലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്തത് കണ്ട് സുരേഷ് ഗോപി പുള്ളി ഹോസ്പിറ്റലാവുന്ന സമയത്ത് പുള്ളിയുടെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് ഒരു വൂണ്ട് മാർക്ക് ഇടുന്ന സമയത്ത് ശ്രീത്തിനെ വിളിക്കാവോ എന്ന് ചോദിച്ചത് ഒരു വലിയൊരു സന്തോഷമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ശ്രീത്തിനെ വിളിക്കൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴാണ് നമ്മുടെ ആ ജോലിയെ അവർ അംഗീകരിക്കുന്നത്. അങ്ങനത്തെ മൊമെന്റുകളാണ് അപ്പോത്തിക്കരിയിൽ ഉണ്ടാകുന്നത്. പക്ഷെ ആ അപ്പോത്തിക്കരി സിനിമയൊന്നും ആ തലത്തിൽ മേക്കപ്പിന്റെ മാത്രമല്ല മേക്കപ്പിന്റെ തലങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ പുള്ളി റിസർവ് ചെയ്ത അവിടേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പലപ്പോഴും അപ്പോത്തിക്കരി മെൻഷൻ ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, എമ്പുരാൻ ഇത്രയും ക്യാരക്ടർ പോസ്റ്ററുകൾ വന്നു, ടീസർ വന്നു, ഈ റിലീസ് ഡേറ്റിലുള്ള തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നു, എല്ലാം കഴിഞ്ഞു. ആളുകൾ ഏറ്റവും എക്സൈറ്റഡ് ആയിരിക്കുന്നത് ചിലപ്പോൾ ഒരു ചോദ്യത്തിനായിരിക്കും, ഇതിൽ ഇനിയും സർപ്രൈസുകൾ ഉണ്ടോ എന്നുള്ളത്. കറന്റ്ലി എന്താ പറയാൻ പറ്റുന്നത്? സർപ്രൈസുകൾ, കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ ഉണ്ട്. അത് അതിൻ്റെ ആ സർപ്രൈസുകൾ ആ സിനിമയ്ക്ക് കയ്യടികളായിട്ട് മാറട്ടെ. അത് നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് ഇപ്പൊ ഞാനിനി എത്ര മൂടി വെച്ചാലും കുറച്ച് ദിവസങ്ങൾക്കപ്പുറം അതെല്ലാം റിവീൽ ആവും. അപ്പൊ ആ 10 ദിവസം ഇപ്പൊ കാത്തിരിക്കുന്ന എല്ലാവരും അവരാഗ്രഹിക്കുന്ന, അവരിഷ്ടപ്പെടുന്ന ഒരു ഏറ്റവും നല്ലൊരു സിനിമയാകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആഗ്രഹത്തിന് മറ്റൊരു കാരണമുണ്ട്. എന്ത് കഴിഞ്ഞാൽ മലയാള സിനിമ ഇപ്പോഴും പ്രൊഡ്യൂസർ പറയുന്ന പ്രതിസന്ധികൾ, പറയുന്ന പോസ്റ്ററിന്റെ അനാവശ്യമായ ബഡ്ജറ്റിന്റെ ഇപ്പോൾ 100 കോടി അല്ലെങ്കിൽ അത്തരം കോൺട്രവേഴ്സികൾ ഇവിടെ നിലനിൽക്കുമ്പോൾ പോലും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. ഓഡിയൻസ് അല്ല, സിനിമയ്ക്കകത്ത് ഇൻഡസ്ട്രി ഉറ്റുനോക്കുന്ന ഒരു സിനിമയാണ്. കാരണം ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അത് നമ്മുടെ സിനിമയിൽ ഇന്ററാക്ട് ചെയ്തതല്ല. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ പലർക്കും അതൊരു ടൂളാണ്. അതായത് അതിന്റെ ഒരു സക്സസ് വളരെ അനിവാര്യമാണ്. അല്ലെങ്കിൽ ഡയറക്ടർ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജിന് പുറകിൽ വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ നടക്കാൻ പറ്റുന്ന പല ഡയറക്ടേഴ്സും ഇനിയും ഉണ്ട് ഇവിടെ. അപ്പൊ അവർക്കൊരു ബഡ്ജറ്റ് മുന്നിലേക്ക്, ഒരു പ്രൊഡ്യൂസറെ മുന്നിലേക്ക് വെക്കുമ്പോൾ അവർക്ക് എപ്പോഴും പ്രൊഡ്യൂസർ ഒരു കാരണവശാലും എമ്പുരാൻ
ഇത്രയും വലിയൊരു സിനിമ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും സന്തോഷത്തോടു കൂടി മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാം, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ സിനിമയാണ് എന്നുള്ളത് കൊണ്ടും അതൊരു പല പ്രൊഡ്യൂസേഴ്സിനും ഏറ്റവും നല്ല കോൺഫിഡൻസോടു കൂടി ഇനിയും വലിയ ക്യാൻവാസുകൾ ഇവിടെ എമ്പുരാന്റെ ഒരു സക്സസ് പല ആർട്ടിസ്റ്റുകൾക്കും സാധ്യതകളാണ്. രാജു എന്ന് പറയുന്ന ആക്ടറിനും അദ്ദേഹത്തിന് ഒരു കഥ കേൾക്കുമ്പോൾ എമ്പുരാന്റെ വലിപ്പം ഒരിക്കലും പേടിപ്പിക്കുന്ന വലിപ്പം ആവാതിരിക്കണമെങ്കിൽ ഇതിന്റെ ഒരു മാസ് ഹിറ്റ്, ഹ്യൂജ് ഹിറ്റ് ഉണ്ടാവണം. അത് 3 പോകണം. 3 അവര് ടീസറില് ആഗ്രഹങ്ങൾ ഷെയർ ചെയ്തതാണ്. അപ്പോ അത് ഒരിക്കലും ആഗ്രഹമാവാതെ ഈ പറഞ്ഞ പ്രോസസ്സ് സംഭവിക്കുമ്പോൾ 3 ഇവിടെ സാധ്യമാവും. കാണുന്നുണ്ടോ? ചിലപ്പോ എറണാകുളത്ത് സെലിബ്രേഷൻ അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരും കൂടിയിട്ടുള്ള ക്രൂ എല്ലാം ഷോ ഉണ്ടാവുമായിരിക്കും. എനിക്ക് പേഴ്സണലി മാറി നിന്ന് നമ്മള് സാധാരണ നമ്മുടെ അടുത്തുള്ള തിയേറ്ററിൽ ആരും മീൻസ് നമ്മളെ അതായത് ഇവരുടെ ഈ ഒരു ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും പിന്നെ നമ്മൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന, ഞാനല്ല ഇപ്പൊ അങ്ങനെ ഒരു ഷോ 27-ാം തീയതി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഓഡിയൻസിന് അതിന്റെ ഫീല് സെലിബ്രേഷൻ മൂഡായിരിക്കും. പക്ഷെ അതല്ലാതെയുള്ള ഓഡിയൻസുമായിട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്നത് പല അതായത് ഓപ്പോസിറ്റ് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് ഈ സിനിമ. അത് എന്ത് കാര്യത്തിലും ഉണ്ടാവില്ല. ഒരു 10% പിടിക്കാം. നമ്മൾ അതിൽ കൂടുതൽ പറയുന്നത് സിനിമയുടെ ഇതിന്റെ വാല്യൂ അല്ല. ഒരു 10% പിടിച്ചാലും അവരെയും ഇഷ്ടപ്പെടുത്തുന്ന, അവർക്കും കൂടി കൈയടിക്കാൻ പറ്റുന്ന സിനിമയാകണം. അപ്പൊ ആ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പിന്നത് എന്താണോ എന്നുള്ളത് അറിയില്ല. അവര് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അറിയില്ല, അതിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇപ്പോ ആന്റണി ചേട്ടനാണെങ്കിലും രാജു ഒക്കെ ആണെങ്കിലും ഇതിന്റെ മാർക്കറ്റിങ്ങിന്റെ അടുത്ത ലെവലിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ ഈ കുറച്ച് ദിവസം കൊണ്ട് എന്തായാലും വലിയ ദൂരങ്ങളും താണ്ടണം. താങ്ക് യു സോ മച്ച്.